മോഹൻലാലിൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രകാശ് വർമ്മ ഡയറക്റ്റ് ചെയ്തിട്ട് ഒരു പരസ്യം. അപ്പം എനിക്ക് അറിയുന്ന കുറേ ആൾക്കാരോട് ഞാൻ വെറുതെ റാൻഡമലി ചോദിച്ചു, നിങ്ങളിങ്ങനെ ഒരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു? മോഹൻലാൽ ചെയ്തതല്ലേ, കണ്ടിട്ടുണ്ട്, പ്രകാശ് വർമ്മ ചെയ്തതല്ലേ. കുറേ ആളുകൾക്ക് സത്യത്തിൽ അതിൻ്റെ ബ്രാൻഡ് നെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഹായ്, നമസ്കാരം, ഞാൻ നിങ്ങളുടെ ക്യാമ്പയിൻ സജീവ്. അപ്പം നമ്മളുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡിൻ്റെ പരസ്യമായിരുന്നെങ്കിലും ഒരു പക്ഷേ അതിനേക്കാളും മേളിൽ നിൽക്കുന്ന കുറച്ച് ലെജൻഡായിട്ടുള്ള ആളുകൾ വരുന്ന സമയത്ത് അവിടെ പ്രാധാന്യം ഫോക്കസ്ഡ് ആവുകയും ആ ഒരു ബ്രാൻഡ് അംബാസിഡർ, ഇപ്പോൾ കുറേ കാലം മോഹൻലാൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മലബാർ ഗോൾഡിന് വേണ്ടിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ഗോൾഡുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചിലപ്പോൾ മിസ്ലീഡ് ചെയ്യാൻ സാധ്യത ഉണ്ടാകാം. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ? കാരണം കല്യാൺ സിൽക്സിന് കുറേ കാലമായിട്ട് പൃഥ്വിരാജ് പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അസറ്റ് ഹോമിന് വേണ്ടിയിട്ട് വന്നപ്പോൾ കല്യാൺ സിൽക്സ് ഇത് തുടങ്ങിയോ എന്നുള്ള ഒരു തോട്ട് ചിലപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് അങ്ങനെ മാറിപ്പോകാൻ സാധനം. അപ്പോൾ പ്രകാശ് വർമ്മ മോഹൻലാൽ ചെയ്ത പരസ്യം വളരെ ബ്രില്യൻ്റായിട്ട് ചെയ്തതാണ്. ആ ബ്രാൻഡിനെ എന്ത് ചെയ്തിട്ടില്ല, അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടല്ല പറയുന്നത്. ചില സമയത്ത് നമ്മൾക്ക് ആ ബ്രാൻഡിനേക്കാളും കൂടുതൽ അവിടെ അഭിനയിക്കാൻ പറ്റുന്നവർക്ക് ഒരു പ്രാധാന്യം വരുമ്പോൾ ബ്രാൻഡിൻ്റെ ഒരു വിസിബിലിറ്റി കുറഞ്ഞു പോയോ എന്നൊരു സംശയം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.